ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ മേജർ ഈവൻറ്റ് ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു മേജർ ലെവലിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇവരുടെ കർമ്മ ഇവർക്ക് അതിൻ്റെ ആ ഒരു ഫലം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം നല്ലതാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഗ്രോ ചെയ്യും. നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം മോശമാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ലോ ഇതായിരിക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇവരുടെ കർമ്മം നല്ലതാണ് എങ്കിൽ ഇവർ തനിയെ തന്നെ ഗ്രോ ആകും. അതായത് ഇവരുടെ വഴിയിൽ എന്തൊക്കെ ഒബ്സ്റ്റിക്കിൾസ് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അത് തനിയെ മാറിപ്പോകും. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ശത്രുക്കളെല്ലാം തനിയെ വഴിമാറി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവരുടെ കർമ്മം മോശമാണ് എങ്കിൽ ഇവർക്ക് പല ഡൗൺഫാളും കാണേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവർ എന്തുമാത്രം മോശം അവസ്ഥയിൽ കൂടെയാണ് ഈ ഒരു ടൈം പീരീഡിൽ കടന്നു പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം നല്ലതാണോ മോശമാണോ എന്ന്. ഈ ഒരു ഡൗൺഫോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം കാണാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ എന്തായാലും ഒരു ഡൗൺഫോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം അവരുടെ കർമ്മം നല്ലതല്ലെങ്കിൽ. ഇതുകൂടാതെ ഹെൽത്ത് വൈസും നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അതായത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ മെയിനായിട്ട് ഓവർ തിങ്കിങ്, ആവശ്യമില്ലാതെ ദേഷ്യം, അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ തന്നെ നമ്മുടെ BP കൊണ്ടുകയറുമ്പോൾ ഹാർട്ടിൽ പ്രഷർ കൂടും. അങ്ങനെ നമുക്ക് ഒരു അറ്റാക്ക് വരെ സംഭവിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യാനും കൂടുതലായിട്ട് ദേഷ്യപ്പെടാനും BP ഹൈ ആക്കാനും ഒന്നും പോവരുത്. നിങ്ങൾ ടച്ച് ഔട്ടിലിരിക്കുന്നവരാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം അവരോട് പറയുക. ആവശ്യമില്ലാതെ ഒരു ടൈം പീരീഡിൽ ദേഷ്യപ്പെടാനോ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യാനോ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. ഇവിടെ മെയിനായിട്ടും കൊളസ്ട്രോള്, പിന്നെ BP, പിന്നെ ഷുഗർ, ഈ 3 അസുഖങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നല്ലപോലെ മധുരം കഴിക്കുന്നവരാണ് എങ്കിൽ ഷുഗർ ഹൈ ആവും. നല്ലപോലെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയണം ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നു ഇവർ. ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച് അത് കഴിഞ്ഞ് മാനിഫെസ്റ്റേഷൻ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നമ്മൾ എന്ത് കാര്യമാണോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റ് ആകുന്നു. ഫസ്റ്റ് ഇവർ ചിന്തിക്കുന്നത് ഇതാണ്, അതായത് ഇവർ എന്ത് ആഗ്രഹിക്കുന്നു അതൊന്നും പൂർണ്ണമാകുന്നില്ല. ഇവരുടെ വിഷൊന്നും പൂർണ്ണമാകുന്നില്ല. ഭഗവാൻ ഇവരോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അതുകൊണ്ടാണോ ഇവരുടെ ആഗ്രഹങ്ങളൊന്നും ഭഗവാൻ പൂർത്തീകരിച്ച് തരാത്തത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഫസ്റ്റ് കാര്യം ഇവർ ചിന്തിക്കുന്നത് ഇതാണ്, ഇവർ കരിയറിൽ എന്തൊക്കെ ചെയ്തിട്ട് ഇവർക്ക് കരിയറിൽ ഒരു ഗ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്റ്റക്കായിട്ട് തന്നെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന അവസ്ഥ. ഇവരുടെ കൂടെയുള്ളവരെല്ലാം ഗ്രോ ആവുന്നു, പക്ഷെ ഇവർക്ക് മാത്രം ഗ്രോ ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എപ്പോഴാണ് ഇവർക്ക് റിസീവ് ആകുക എന്നാണ് ഇവർ ചോദിക്കുന്നത് ഭഗവാനോട്. ഇവരുടെ ലൈഫിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് ഇവർ കല്യാണം കഴിക്കണം എന്നാണ്. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കണം എന്നാണ്. പക്ഷെ അവർ അൺസാറ്റിസ്ഫൈ ആയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരു ലൈഫ് എപ്പോഴാണ് ഉണ്ടാവുക എനിക്കിഷ്ടമുള്ള ആളുമായിട്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതും ഭഗവാനോട് ചോദിക്കുന്നതും. ആകപ്പാട് ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം പോലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി എന്തൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ പ്ലാൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതിനെല്ലാം പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്രോ ഇവരുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ കർമ്മ ബേസിക്സിലായിരിക്കും ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനർജി നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത്, പക്ഷേ ചില നെഗറ്റീവ് എനർജി ഉണ്ട്. അത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം നെഗറ്റീവാണ് എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി. ഇനി നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് പറയുവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. മുമ്പ് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ, അതായത് ആളോട് സംസാരിക്കില്ല, ഈ ആളോട് സംസാരിക്കില്ല, ഈ ഡ്രസ്സ് ധരിക്കരുത്, അങ്ങനെയൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ ചെയ്യൂ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ മേൽ ഒരു റിസ്ട്രിക്ഷനും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ഒരു കാര്യത്തിനും തടയുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ് മാരേജ് റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് എന്താണ് ഇവർ പ്ലാൻ ചെയ്ത് വച്ചേക്കുന്നത് അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് ടെലിപ്പതിക്കലായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത് എന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു ടൈം പീരീഡിൽ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയും നിങ്ങളോട്, ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു എന്നൊക്കെ. അത് നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിട്ടുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ നമ്മൾ ഇന്നലെ മുഴുവനും ഒരുമിച്ചാണ് കറങ്ങി നടന്നത്, നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ഇവർ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എവിടെ കറങ്ങി നടന്നു എന്ന്. അപ്പോൾ ഇവർ പറയും ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു എന്നിവർ നിങ്ങളോട് പറയും. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഇവരെ സംശയിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അവർ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടെങ്കിലോ അവർ ആ സംശയിച്ചതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. അവസാനം ഒരു കൺക്ലൂഷനിൽ നിങ്ങളെത്തും. അതായത് ഈ ഒരു ബന്ധത്തിൽ ഇരിക്കണമോ വേണ്ടയോ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തായിക്കൊള്ളട്ടെ ഇവിടെ ഒരു കൺക്ലൂഷനിൽ നിങ്ങളെത്തും. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് എല്ലാം ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഉണ്ടാവുന്നില്ല, അവരുടെ ഭാഗത്തുനിന്ന് മാത്രം എഫേർട്ട് ഉണ്ടാകുന്നു. അപ്പോൾ സ്നേഹം ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലേ എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നി മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് കാണിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ്, നിങ്ങൾ തമ്മിൽ ഉള്ള സംസാരം വളരെ കുറവാണ് എങ്കിൽ അതിനെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ പേഴ്സണോട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലോ പ്ലീസ് എന്നോട് ക്ഷമിക്കുക, എനിക്ക് മാപ്പ് തരൂ എന്ന് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ അങ്ങോട്ട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് റീഡിങ്. ഇനി ഒരു റീഡിങ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 7 മണിക്കൂർ തൊട്ട് 15 മണിക്കൂറിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.